ഈ കൊച്ചു പ്രദേശങ്ങളെല്ലാം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇവർക്ക് ഇവിടെ ഈ സർക്കാരിനെതിരെ സമരം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. ഇവിടുത്തെ ജനപ്രതിനിധി ഇടതുപക്ഷമാണ്, അവരെ കഴിയുന്നില്ല. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താ അറിയോ? ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെ ഒരു മോഡേൺ ബ്ലഡ് കമ്പനിക്കാണ് 20 ലക്ഷം രൂപ കൊടുക്കാനുള്ളതിന്റെ പരിണത ഫലമായിട്ട് അവിടെ ബ്ലഡ് കിട്ടാത്ത ഗതികെട്ട അവസ്ഥയിലാണ്. ആശുപത്രി കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ അപ്പൊ ഇവിടെ ഈ ഹോസ്പിറ്റലുകള് അവിടെ സംഭവിക്കുന്നത് പാറ്റകൾ വെളിച്ചത്തിന്റെ അടുത്തേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അവസ്ഥ. അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ എന്നോട് പറഞ്ഞത്, നിങ്ങൾ കുറച്ച് കപ്പപ്പടിയെങ്കിലും ഇവിടെ കൊണ്ട് തന്നാല് ഈ പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കാം. അത്രത്തോളം ഇവിടെ വെറുതെ ഇങ്ങനെ ശക്തമായിട്ടിരിക്കാമെന്നല്ലാതെ ഒരു കാര്യമില്ല. നേതാവ് നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഈ പശ്ചാത്തല വികസനവും അതുപോലെ ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 74,000-ലേറെ ആളുകൾ കോവിഡ് മരണപ്പെട്ട ഈ കേരളത്തിലാണ്. ഈ കേരളത്തിൽ ആതുര രംഗത്ത് വേണ്ട ഡെവലപ്മെന്റ് ഉണ്ടാക്കാതെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തുള്ള ഹോസ്പിറ്റലിൽ പോകാതെ അമേരിക്കയെ സാമ്രാജ്യത്തെ വിരുദ്ധം പറയുന്ന അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയി സംസാരിക്കുക. അത് ശരിയാ. പക്ഷെ ഇപ്പോഴത്തെ കാര്യം പറയുന്നത് ഇപ്പോഴത്തെ ഈ ഗതികെട്ട അവസ്ഥയിലുള്ള കാര്യം പറയുന്നത്. പിന്നെ ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ നേതാക്കൾക്ക് മികച്ച ചികിത്സ കിട്ടണം. ഉമ്മൻചാണ്ടി അടക്കമാണ് നമ്മുടെ നേതാക്കൾ സാർ. ആ നേതാക്കന്മാർക്ക് മികച്ച ചികിത്സ കിട്ടണം. അതിനകത്ത് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനും തടസ്സമില്ല. എന്റെ ചോദ്യം അതല്ല. നിലവിൽ ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് നീതി ആയോഗ് എന്ന കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിന്റെ 1ാം റാങ്കാണ്. അത് ശരിയായിരിക്കാം. പക്ഷേ ഇവിടെ ആലപ്പുഴയിൽ ഇവിടെ നിൽക്കുന്ന ജനങ്ങൾക്കെല്ലാം അറിയാം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഇവിടുത്തെ ആശുപത്രി കൊണ്ട് അനുഭവിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് നമ്മൾ ഈ ഹൈവേ കൂടെ മാത്രം യാത്ര ചെയ്താൽ ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങൾ ഒന്ന് നോക്കണം. അവിടെ പണിഞ്ഞിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളും എഴുതി വെച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം, MP ഇന്നാളിന്റെ നിർദ്ദേശപ്രകാരം NHM ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹെൽത്ത് മിഷൻ NHM ഫണ്ട് ഉപയോഗിച്ച കെട്ടിടങ്ങളും ആശുപത്രി സംവിധാനവും. ഇവിടെ ആശാപ്രവർത്തകർക്ക് കൊടുക്കുന്ന ശമ്പളം കേന്ദ്ര ഗവൺമെന്റ്, മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്, അല്ലാതെ കേരള സർക്കാരിന്റെ പണമല്ല. ഇവിടെ 2-3 കാര്യങ്ങൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന് ആരോഗ്യ